വഖഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നു. അത് എങ്ങനെയും ഭേദഗതി കൊണ്ടുവരും എന്ന വാശിയിലാണ് കേന്ദ്ര സർക്കാർ. അതിനെ എതിർക്കുകയാണ് പ്രതിപക്ഷം പൊതുവെ ചെയ്യുന്നത്, കോൺഗ്രസും മറ്റെല്ലാവരും ചെയ്യുന്നത്. അതിന് കാരണമുണ്ട്. നമുക്ക് അതിൽ വരുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ ദിവസം കേരള ക്രിസ്ത്യൻ ബിഷപ്സ് കൗൺസിൽ KCBC ഒരു കാത്തലിക് ബിഷപ്സ് കൗൺസിൽ ഒരു പ്രസ്താവന ഇറക്കി. KCBCയുടെ വഖഫ് ഭേദഗതിയെ കേരളത്തിൽ നിന്നുള്ള MP മാർ പിന്താങ്ങണം. വളരെ മിതമായ ഭാഷയിൽ പറയട്ടെ, KCBCക്ക് കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാവാത്തതാണോ എന്നതാണ് എൻ്റെ സംശയം. കാരണം മുനമ്പത്തെ വിഷയമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. മുനമ്പത്ത് വഖഫ് ഭൂമി MES കൊടുക്കുകയും അത് കുറെ പാവങ്ങൾക്ക് കൈമാറുകയും ഒക്കെ ചെയ്തു. അവർ വർഷങ്ങളായി തലമുറകളായി അവിടെ ജീവിച്ചു വരുന്നു. അത് വഖഫ് ഭൂമിയാണെന്നും തിരിച്ചു പിടിക്കണമെന്നുമുള്ള രൂപത്തിൽ വഖഫ് ബോർഡിൻ്റെതായ ചില പ്രസ്താവനകൾ. പക്ഷെ അതിനെ ആരും പിന്താങ്ങിയിട്ടില്ല. ഒരു രാഷ്ട്രീയ കക്ഷിയും പിന്താങ്ങിയിട്ടില്ല. കേരളത്തിലെ UDF LDF ആരും പിന്താങ്ങിയിട്ടില്ല. BJP പിന്താങ്ങൂലല്ലോ. അതിൻ്റെ പേരിൽ അത് പരിഹരിക്കണം. അവരെ അവിടെ ഇറക്കി വിടാൻ പറ്റില്ല, അതൊക്കെ വേറെ കാര്യം. അതിൻ്റെ പേരിൽ വഖഫ് നിയമ ഭേദഗതിയെ പിന്താങ്ങണമെന്ന് പറയുന്നത് വലിയ ചതിയാണ്. അതാ ഞാൻ പറഞ്ഞ അവർ അറിയാത്തതുകൊണ്ടാണ്. എന്താ വഖഫ് നിയമ ഭേദഗതി? വഖഫ് നിയമ ഭേദഗതിയിൽ വളരെ പ്രധാനപ്പെട്ട പല മാറ്റങ്ങളുമുണ്ട്. അത് മുനമ്പ് ഭൂമിയായി ബന്ധപ്പെട്ട വിഷയമൊന്നുമല്ല. അത് ഒന്നാമത്തെ കാര്യം, വഖഫിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത ആളുകളെ ഏൽപ്പിക്കണമെന്ന ചോദ്യം. ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു ക്രിസ്ത്യാനിയെയോ ഒരു മുസ്ലിമിനെയോ നിയമിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും ഉണ്ടാവുക? അതേപോലെ തന്നെയാണ് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ. ഒരു വഖഫ് ബോർഡിന്റെ അഴിമതികൾ ഉണ്ടാവാം, വഖഫ് ബോർഡിന്റെ തെറ്റുകളുണ്ട്. അപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പറ്റി പല അഴിമതിയും വന്നിട്ടുണ്ട്. ശബരിമലയിലെ അരവണയിലെ എലിവാലി മുതൽ പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. നിയമനത്തിലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നാളെ ഒരു അഹിന്ദുവിനെ അംഗമാക്കണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ എന്തായിരിക്കും വികാരം ഉണ്ടാവുക? അതേ സംഗതിയാണ് വഖഫ് ബോർഡിൽ വരുന്നത്, വഖഫ് നിയമ ഭേദഗതിയിൽ വരുന്നത്. വഖഫ് നിയമ ഭേദഗതിയിൽ സർക്കാരിന് വഖഫ് സമ്പത്തിൽ കൂടുതൽ അധികാരം നൽകുക. ഇത് ദേവസ്വം ബോർഡ് പോലുമല്ല, ഓരോ വ്യക്തികൾ വഖഫ് ബോർഡിന് കൊടുത്തിട്ടുള്ള സമ്പത്താണ്. അല്ലാതെ ഇവര് പബ്ലിക്കിൽ നിന്ന് പിരിച്ചൊന്നുമല്ല. ഒരുപക്ഷെ തന്റെ കാലാവധി കഴിഞ്ഞ ആളുകൾ, ചിലർ സംഭാവനയായിട്ട് കൊടുത്ത ആളുകൾ, ചിലര് അവകാശികളില്ലാതെ വന്ന സ്വത്തുക്കൾ, ഇതെല്ലാം വഖഫ് ബോർഡിന് കിട്ടിയതാണ്. ഇസ്ലാം മതവിശ്വാസികളുടെ സ്വത്താണ്. ആ സ്വത്ത് ആര് കൈകാര്യം ചെയ്യണം എന്ന ചോദ്യത്തിന് അത് വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യണം എന്നതിൽ നിന്ന് വഖഫ് ബോർഡിന്റെ രൂപത്തിൽ തന്നെ മാറ്റി അത് മറ്റു പലർക്കും കൈകാര്യം ചെയ്യാവുന്ന രൂപത്തിലേക്ക് വരികയാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അതല്ല മുനമ്പ പ്രശ്നത്തിലുള്ള പരിഹാരം. മുനമ്പ പ്രശ്നത്തിന് അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാവാനും പറ്റില്ല. കാരണം നിലവിലുള്ള നിയമം അനുസരിച്ച് വഖഫ് ബോർഡിലുള്ള ഭൂമിയാണ്. ആ ഭൂമി യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന രൂപത്തിലുള്ള നിയമനിർമ്മാണം നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ വഖഫ് നിയമ ഭേദഗതി ഇതൊന്നുമല്ല, വേറെ കുറെ കാര്യങ്ങളാണ്. ഞാൻ വളരെ ലളിതമായി ചോദിക്കാം, നാളെ ക്രിസ്തീയ സഭകളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ബോഡി ഒരു ക്രിസ്ത്യൻ അല്ലാത്ത, ഒരു കാത്തലിക് അല്ലാത്ത ഒരാളെ വേണം എന്ന് പറഞ്ഞാൽ സഭ സമ്മതിക്കുമോ? സഭയ്ക്ക് സമ്മതിക്കാൻ പറ്റുമോ? നിങ്ങളുടെ സമ്പത്താണ്, നിങ്ങളുടെ വിശ്വാസികൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള സമ്പത്താണത്. അത് കൈകാര്യം ചെയ്യേണ്ടത് ആ വിശ്വാസ സമൂഹം തന്നെയാണ്. അതിൽ അഴിമതി ഉണ്ടെങ്കിലും അതിൽ തട്ടിപ്പുണ്ടെങ്കിലും ഒക്കെ പരിശോധിക്കാം. വഞ്ചനയുണ്ടെങ്കിൽ പരിശോധിക്കാം, ക്രമക്കേടുണ്ടെങ്കിൽ പരിശോധിക്കാം. അങ്ങനെയുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തന്നെ അങ്ങനെയുള്ള ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങൾ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സമ്പത്ത് മുഴുവൻ നീ നോക്കാൻ സർക്കാരിന് കൂടി താല്പര്യമുള്ള ചില ആളുകൾ വരട്ടെ എന്ന് പറഞ്ഞാൽ KCBC സമ്മതിക്കുമോ? അപ്പൊ KCBC കുറച്ചുകൂടി ശ്രദ്ധയോടെ പ്രസ്താവന നടത്തണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കാരണവശാലും ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വഖഫ് നിയമ ഭേദഗതി അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. അത് കേരളത്തിലെ UDF-ഉം LDF-ഉം അടക്കം മുഴുവൻ ആളുകളും ഇവിടുത്തെ സഭകളെ ബോധ്യപ്പെടുത്തണം. കാരണം ഇത് ഇന്ന് ഇസ്ലാം മതവിശ്വാസികൾക്കെതിരെയാണെങ്കിൽ നാളെ ഇത് ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കെതിരെയും വരാം, വേറെ മതവിശ്വാസികൾക്കെതിരെ വരാം, ചില വിഭാഗങ്ങൾക്കെതിരെ വരാം. കാരണം കേന്ദ്രം ഭരിക്കുന്നവരുടെ വ്യക്തമായ താല്പര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ കേരളത്തിന് പുറത്ത് പല സ്ഥലത്തും ക്രിസ്തീയ സഭകൾക്കെതിരായി ഇപ്പൊ സ്റ്റാൻ സ്വാമിയെ പോലെയുള്ള ആളുകളെ കൊല്ലുന്നത്, പുരോഹിതന്മാരെ കൊല്ലുന്നത്, കന്യാസ്ത്രീ മഠങ്ങൾ ആക്രമിക്കുന്നതൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പൊ ഒന്നും മിണ്ടാത്ത KCBC ഉടനെ പോയി വഖഫ് നിയമം ഭേദഗതിയിൽ കേരളത്തിലെ MP-മാർ പിന്താങ്ങണമെന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവരുടെ പ്രസ്താവനയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അവരത് പഠിക്കണം, തിരുത്തണം എന്നാണ് ഒരു മതേതര വിശ്വാസി എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.